നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടി കേലപ്പുറം ദുൽദുൽ ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഒന്നാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ജനുവരി 22-ന് താന്നാളൂരിൽ തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെവൻസ് സ്പോർട്സ് ക്ലബിന്റെ ഒന്നാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ വരുന്ന 22-ാം തീയതി ജനുവരി 22-ന് താന്നാളൂർ EMS ഫെഡറലിസ്റ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ജീവകാരുണ്യ രംഗത്ത് ഒട്ടനവധി സാമൂഹിക കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ക്ലബ്ബാണ്. 1990 കാലഘട്ടം മുതൽ തന്നെ നമ്മുടെ ക്ലബ്ബ് നിലവിൽ വരികയും നിർധനരായ രോഗികൾക്കും അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളുടെ കല്യാണത്തിനും പാവപ്പെട്ട വീടുകളുടെ നിർമ്മാണത്തിനൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളൊരു ക്ലബ്ബാണ്. ആ ക്ലബിൻ്റെ 2025-26 കാലഘട്ടത്തിലെ പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും ആ കമ്മിറ്റിൻ്റെ ആദ്യ അജണ്ടയിൽ വെട്ടതായിരുന്നു താന്നാളൂരിൽ 2 ഡയാലിസിസ് സെൻ്ററുകളുണ്ട്. നിർധനരായ ഒരുപാട് രോഗികൾ അവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആ ഡയാലിസിസ് സെൻ്ററുകളുടെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി ക്ലബ്ബ് പുതിയ കമ്മിറ്റി എടുത്ത തീരുമാനമായിരുന്നു ഈ ഒരു ഫുട്ബോൾ മത്സരം എന്നുള്ളത്. ആ മത്സരം ഈ വരുന്ന 22-ാം തീയതി തുടക്കം കുറിക്കുകയാണ്. ഏകദേശം 24 ടീമോളം അതിൽ പങ്കെടുക്കുകയും അണ്ടർ 20 വിഭാഗത്തിൽ 16 ടീമുകളോളം പങ്കെടുക്കുകയും 40 വയസ്സിന് മുകളിലുള്ള വെറ്ററൻസ് മാച്ചിൽ 8 ടീമുകളും മാറ്റിവെക്കുന്ന ഒരു ഫുട്ബോൾ ഈവാണ് നമുക്ക് ഈ വരുന്ന 22 മുതൽ ഏകദേശം 15 നാൾ നീണ്ടു നിൽക്കുന്നത്. അതിൻ്റെ മുഖ്യ പ്രായോജകരായിട്ടുള്ളത് ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ് മണി സ്പോൺസർ ചെയ്തിട്ടുള്ളത് താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് ആണ്. വളരെ ദുഃഖകരമായൊരു വാർത്ത നമ്മൾ കേട്ടു. സ്വന്തം ഉമ്മാനൊരു മകൻ വെട്ടിക്കൊന്നതായിട്ട്. അപ്പോൾ ലഹരി വലിയ വ്യാപകമായ ആ വിപത്തിലാണ്. അപ്പോൾ നാളത്തെ കളി തുടങ്ങുന്നത് തന്നെ ലഹരിക്കെതിരെ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ്. അത് ചെയ്യുന്നത് ഒരു ഭിന്നശേഷിയുള്ള ഒരു കുട്ടീനെ കൊണ്ടാണ്. നാളെ പ്രോഗ്രാമിൻ്റെ തുടക്കം ഈ കൃത്യമായി കുട്ടികൾ കളി അതേമാതിരിയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാത്തതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ ലഹരിക്കെതിരെ വരുന്നത്, ലഹരിക്ക് അടിമാവുന്നത്. അപ്പം നാളെ നമ്മൾ അങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് ഈ സ്റ്റേഡിയത്തിൽ ആ പരിപാടി ചെയ്യുന്നത്. സ്റ്റേഡിയം ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടി ആയ സ്ഥിതിക്ക് ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് അവിടെ എല്ലാ മത്സരങ്ങളും നമ്മൾ നടത്താറ്. ഇതും അതേപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ടുള്ള മത്സരമാണ് നടക്കുന്നത്. നാളെ കിക്ക് ഓഫ് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്യും മത്സരം. താനൂർ സർക്കിൾ ഇൻസ്പെക്ടർ പോലീസ് ശ്രീ ടോണി ജെ മറ്റം ആണ് വിശാലിയായിട്ട് വരുന്നത്. എല്ലാ ദിവസവും 3 മത്സരങ്ങൾ വരുന്നുണ്ട്. 3 മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ലോക്കൽ 24 ടീമാണ്, വെറ്ററൻസ് 8 ടീമുണ്ട്, അണ്ടർ 20 16 ടീമുണ്ട്. താന്നാളൂർ പഞ്ചായത്ത് EMS സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് കിക്ക് ഓഫ്. 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന ലോക്കൽ മത്സരത്തോടൊപ്പം വെറ്ററൻസ്, 20 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മത്സരം എന്നിവ നടക്കും. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന തുക താന്നാളൂർ, മീനടത്തൂർ ഡയാലിസിസ് സെന്ററുകൾക്ക് നൽകും. മത്സരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക വൈകിട്ട് 7 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. താനൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ടോണി ജെ മറ്റം അതിഥിയാകും. സംഘാടകരായ മുഖ്യ രക്ഷാധികാരി KN മുത്തുക്കോയ തങ്ങൾ, ചെയർമാൻ തോട്ടുങ്ങൽ അബ്ദുറഹ്മാൻ ഹാജി, മുജീബ് താന്നാളൂർ, കൺവീനർ അഷ്കർ പാക്കിനി, ക്ലബ്ബ് സെക്രട്ടറി മുഹമ്മദ് ഷാക്കിർ വെള്ളിയത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TVN ന്യൂസ്, താനൂർ. 50 വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ. ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. Gold, diamonds, silver and watches. Celebrating 50 years.